കൊച്ചുങ്ങള് ഉണ്ടാക്കുന്ന പോലുണ്ട്. ഓണാണോ? ഹലോ, ഇന്നൊരു ഫുഡ് വീഡിയോ ആണ്. ഞാനൊരു വലിയ സീ ഫുഡ് ലവറാ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്ലാം അച്ചാറാണ്. ക്ലാം എന്ന് പറഞ്ഞാൽ കല്ലുമക്കായ അല്ലേ? ഐ തിങ്ക് സോ. അപ്പൊ നമുക്ക് ഇന്ന് കല്ലുമക്കായ അച്ചാർ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് കല്ലുമക്കായ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും വെച്ച് തിരുമ്മി വെച്ച് വെക്കുവാണ്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറക്കാം. ഇനി നമുക്ക് ഓണാണോ? ഇനി നമുക്ക് കല്ലുമക്കായ ഇതിൻ്റെ അകത്തോടെ ഇടാം. കാണിച്ചോളൂ, നല്ല ഭംഗിയില്ലേ? ഇത് വൃത്തിയാക്കി എടുക്കാൻ ഞാൻ കുറച്ച് പാട് പെട്ടായിരുന്നു. ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇഞ്ചി, പിന്നെ ഒരു ബൾബ് മൊത്തം ഗാർലിക്ക്, പിന്നെ കറിവേപ്പില കരിഞ്ഞു പോയതല്ല, ഡ്രൈ ആക്കി വെച്ചേക്കുന്ന, പിന്നെ ഗ്രീൻ ചില്ലി, അതൊരു 6-7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യം വരുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാംസ് അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സി, കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കിത് വേറൊരു ബോളിലോട്ട് മാറ്റാം. പക്ഷെ വറുത്ത് കഴിയുമ്പോഴേക്കും ഇത്രയും ചെറുതായി പോകും. ഇറ്റ്സ് ഗുഡ്. ഇങ്ങനെ തന്നെ തിന്നാലും ഓണാണോ? ബാക്കി കാര്യത്തിലോട്ട് ഇടാം. ഈ ക്ലാംസ് ഫ്രൈ ചെയ്ത എണ്ണയിൽ നമുക്കിനി കടുക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. സോ അതിലോട്ട് എടുക്കാം. നമുക്ക് കടുക് ഇടാം, ഉലുവ ഇടാം, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി പച്ചമുളക്, വേപ്പില ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പൊടിക്ക് മഞ്ഞൾപ്പൊടി, പിഞ്ച് ഓഫ് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കായം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാംസ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് കുറുകി വരുമ്പോൾ വേറൊരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, കുറവല്ലെങ്കിൽ ഉപ്പിടണ്ട. സോ നമ്മുടെ ക്ലാം പിക്കിൾ അഥവാ കല്ലുമക്കായ അച്ചാർ റെഡിയായി. ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല, അടിപൊളിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.